ഗുഡ് ഈവനിങ് ടു ഓൾ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിഫ്ത്ത് സെം ബികോം കോപ്പറേഷനിലെ കോപ്പറേറ്റീവ് തിയറി ആൻഡ് പ്രാക്ടീസസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിലെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു. അത് നമ്മൾ ഒറ്റ വീഡിയോയിൽ തന്നെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. അതായത് ഈ സെക്കൻഡ് ചാപ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ആക്കിയിട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, എനിവേ പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ, അതിന് മുന്നേ ആയിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും മനസ്സിലാവാത്ത എന്തെങ്കിലും ഭാഗങ്ങളോ എന്തെങ്കിലും ടോപ്പിക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. അതിൽ ഞാൻ നോട്ട്സ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെയൊക്കെ നോട്ട്സ് ഞാൻ ടെലഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ചാനലിൻ്റെ പോയാൽ അതിൻ്റെ താഴെയായിട്ട് ക്ലിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റായിട്ട് ചാനൽ ഓപ്പൺ ആവുന്നതായിരിക്കും. ഓക്കെ, എനിവേ പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ. അപ്പോൾ ഈ പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ, അതായത് ഈ ഒരു ക്ലാസ് ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ ഈ പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മേ ബി 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും വരാം, എസ്സേക്കും വരാം. അതായത് ഷോർട്ട് എസ്സേയും വരാം, എസ്സേയും വരാം. അതായത് ഇതിൽ ഏതെങ്കിലും ഒരു പ്രിൻസിപ്പിൾ എടുത്തിട്ട് അതിൻ്റെ പ്രിൻസിപ്പിൾ പറയാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ എല്ലാ പ്രിൻസിപ്പിൾസും, ദ വാരിയസ് സ്റ്റേജസ് ഓഫ് പ്രിൻസിപ്പിൾസ്, അത് മുഴുവനായിട്ട് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസും ചോദിക്കാൻ സാധ്യതയുണ്ട്. അതപ്പോൾ ഷോർട്ട് എസ്സേയും വരാം, എസ്സേക്കും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, നമുക്കിതിൽ 4 പ്രിൻസിപ്പിൾസാണ് പഠിക്കാനുള്ളത്. റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ്, ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് പ്രിൻസിപ്പിൾസ്, റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ ആൻഡ് റീഡിഫൈൻഡ് ഓർ എക്സിസ്റ്റിംഗ് പ്രിൻസിപ്പിൾസ്. അങ്ങനെ 4 പ്രിൻസിപ്പിൾസാണ് നമുക്കിതിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, ഇതിൽ എല്ലാതും സെയിം തന്നെയാണ്. അതായത് റോക്ക്ഡെയിലിലെ പ്രിൻസിപ്പിൾ തന്നെയാണ് ഇൻ്റർനാഷണലിൽ വരുന്നത്, സെക്കൻഡിൽ വരുന്നത് അത് തന്നെയാണ്, തേർഡിലും വരുന്നത് അത് തന്നെയാണ്, ഫോർത്തിലും വരുന്നത്. ചെറിയ ചെറിയ മാറ്റങ്ങൾ അത്രയേ ഉള്ളൂ. ഓക്കെ, റോക്ക്ഡെയിൽ പ്രിൻസിപ്പിളാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾ നോക്കാം. ഞാൻ പിന്നെയും പറയാണ്, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. മേ ബി എസ്സേക്കും ഷോർട്ട് എസ്സേയും ഒക്കെ വരാൻ സാധ്യതയുള്ള റിപ്പീറ്റ് ആയിട്ട് വരുന്നൊരു ടോപ്പിക്കാണ് കേട്ടോ. ഓക്കെ, മേ ബി ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഇത് മാത്രമായിരിക്കും വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, എനിവേ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേഷൻ. ദ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി കെയിം ഇൻ ടു 1760 when the dockyard workers set up a cooperative flour mill. The 28 persons who formed Rockdale Equitable Pioneer Society in England 1844 are considered to be the pioneers of the cooperative movement. Then the following are the principles. Okay, അതായത് റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസ് ആണ്. അതായത് ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി നടക്കുന്നത് 1760 ഓക്കെ, വെൻ ദ ഡോക്ക്യാർഡ് വർക്കേഴ്സ്, അവിടെയുള്ള വർക്കേഴ്സ് ഇതൊരു കോപ്പറേറ്റീവ് ഫ്ലോർ മിൽ ഒരു സെറ്റപ്പ് ചെയ്തു. പിന്നെ ഒരു 28 പേഴ്സൺ ആയിരുന്നു റോക്ക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനേഴ്സ് എന്ന് പറഞ്ഞൊരു സൊസൈറ്റി ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത് ഇംഗ്ലണ്ടിൽ 1844. ആ ഒരു സൊസൈറ്റിയാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്, പൈനേഴ്സ് ഓഫ് ദി കോപ്പറേറ്റീവ് മൂവ്മെൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. നിങ്ങൾ ഇത് കാണാണ്ട് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കാണാണ്ട് തന്നെ പഠിക്കുക കേട്ടോ. ഓക്കെ, ഇത് ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി കെയിം ഇൻ ടു 1760 when the dockyard workers set up a cooperative flour mill. The 28 persons who formed a Rockdale Equitable Pioneer Society in England 1844 are considered to be the pioneers of the cooperative movement. Okay, പിന്നെ അതിൽ വരുന്ന പ്രിൻസിപ്പിൾസ് ആണ് ഓപ്പൺ മെമ്പർഷിപ്പ്. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് എന്ത്, ഓപ്പൺ മെമ്പർഷിപ്പ്. അതായത് ജാതി മത ഭേദമന്യേ രാഷ്ട്രീയവും ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാണ്ട് തന്നെ ആർക്ക് വേണമെങ്കിലും അവിടെ എന്താകാം, മെമ്പർ ആവാൻ കഴിയും. ഓക്കെ, അതാണ് ഈ ഓപ്പൺ മെമ്പർഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ എന്തായിരിക്കും, നോ ഡിസ്ക്രിമിനേഷൻ ആണ്, വേർതിരിവില്ലാണ്ട് നമുക്ക് എന്താവാൻ കഴിയും, അതിൽ ജോയിൻ ചെയ്യാൻ കഴിയും എപ്പോൾ വേണമെങ്കിലും. അതുപോലെ തന്നെ റിസൈൻ ചെയ്യാനും കഴിയും. പിന്നെ ഡെമോക്രാറ്റിക് കൺട്രോൾ, മാനേജ്മെൻറ്റ് ഈസ് ഡൺ ബൈ ഇലക്റ്റഡ് ബോഡി ഡെമോക്രാറ്റിക്. അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ കേസൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കും മാനേജ്മെൻറ്റ് വരുന്നത്, കൂടുതൽ ഷെയർസ് ആരാണോ കൈവശം വെച്ചിട്ടുള്ളത് അവരായിരിക്കും അവരുടെ കയ്യിലായിരിക്കും കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് വരുന്നുണ്ടായിരിക്കുക. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു ഇലക്ഷൻ നടക്കും. ഇപ്പോൾ നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലും ഉള്ളത്. ഓക്കെ, അതായത് ഇലക്ഷൻ വെക്കും, എന്നിട്ട് ആർക്കൊക്കെയാണോ കൂടുതൽ വോട്ടുകൾ കിട്ടുന്നത് അവരായിരിക്കും
ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ത് ചെയ്യുന്നത് മാനേജ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, അതൊരു എൻ്റർപ്രൈസ് ആണ്. നമ്മൾ കഴിഞ്ഞില്ല അതിൻ്റെ ഫീച്ചേഴ്സിൻ്റെ കേസ് പറഞ്ഞപ്പോൾ അതൊരു എൻ്റർപ്രൈസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എൻ്റർപ്രൈസ് കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, എലക്ഷൻ വയ്ക്കും. ഡെമോക്രാറ്റ് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലൊക്കെ നടത്തുന്ന പോലെ തന്നെ ഇന്ത്യയിൽ രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയാണ് ഭരണാധികാരത്തിലെത്തുന്നത്, ഇലക്ഷൻ വെച്ചിട്ടല്ലേ. എന്നിട്ട് കൂടുതൽ ആർക്കാണോ വോട്ട് അവരെ നമ്മൾ ഭരണം ഏൽപ്പിക്കും. അതുപോലെ തന്നെയാണ് ഇവിടെയും. ഓക്കെ, പിന്നെ ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, സർവീസ് ഈസ് ദി മോട്ടീവ് ആൻഡ് സ്റ്റാൻഡ് ഫോർ ബെറ്റർ സർവീസസ് ടു മെമ്പേഴ്സ്. അതായത് നമ്മൾ ഈ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, പ്രോഫിറ്റ് മോട്ടീവ് അല്ല. അതെന്താണ്, സർവീസ് മോട്ടീവാണ്. ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, എന്നാലും അതിൽ ജോയിൻ ആകുമ്പോൾ, കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ജോയിൻ ആകുമ്പോൾ ഒരു ചെറിയ എമൗണ്ട് ഷെയർ ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്യണം, കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും. അതായത് ഇപ്പോൾ ഞാൻ അതിലോട്ട് ജോയിൻ ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ എമൗണ്ട് നമ്മൾ അതിലോട്ട് എന്ത് ചെയ്യണം, കോൺട്രിബ്യൂട്ട് ചെയ്യണം. അതാണ് അത് പറയുന്നത്. പിന്നെ പാട്രണേറ്റ് ഡിവിഡൻഡ്, പ്രോഫിറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ദി മെമ്പേഴ്സ് ഓൺ ദി ബേസിസ് ഓഫ് ദർ ഡീലിങ്സ്. അതായത് പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഇപ്പോൾ കമ്പനിയുടെ കേസ് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷെയർസ് കൈവശം വെച്ച്, ഷെയർസ് എൻ്റെ കയ്യിൽ ഒരുപാട് ഷെയർസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അവരെന്ത് ചെയ്യും, ഒരുപാട് പ്രോഫിറ്റ് അവർ തരും. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ കുറവാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറഞ്ഞ പ്രോഫിറ്റ് ആയിരിക്കും തരുന്നുണ്ടായിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എല്ലാവർക്കും ഈക്വൽ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. അതാണത് പറയുന്നത്. പിന്നെ ക്യാഷ് സെയിൽസ് അറ്റ് മാർക്കറ്റ് റേറ്റ്. അതായത് ഈ ക്യാഷ് സെയിൽ അറ്റ് മാർക്കറ്റ് റേറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ക്യാഷ് ഡീലിങ്സ് മാത്രമേ ഉള്ളൂ. അവിടെ ക്രെഡിറ്റ് എന്നില്ല, കൊടുക്കുന്നില്ല, കടമായിട്ടൊന്നും കൊടുക്കുന്നില്ല. ക്യാഷ് വേണം, സാധനം വാങ്ങിക്കാനായാലും കൊടുക്കാനായാലും ക്യാഷ് സെയിലാണ്. അത് മാർക്കറ്റ് റേറ്റിലായിരിക്കും. മാർക്കറ്റ് റേറ്റ് എന്ന് പറയുമ്പോൾ മാർക്കറ്റിൽ പൊതുവേ സാധനങ്ങൾക്ക് വില കുറവായിരിക്കില്ല. അതായത് മിഡിൽ മെൻസ് ഒക്കെ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ സാധനങ്ങൾക്ക് വില കുറവായിരിക്കും. കൺസ്യൂമേഴ്സിന് വാങ്ങിക്കാനായാലും സുഖമായിരിക്കും. ഓക്കെ, വില കുറയുമ്പോൾ അവർ പർച്ചേസിങ് പവർ അവരത് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അതാണ് ക്യാഷ് സെയിൽസ് അറ്റ് മാർക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത്. പിന്നെ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി. അതായത് ഏതെങ്കിലും രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ മതപരമായിട്ടോ എല്ലാവരും അവിടെ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതായത് ഈ ജാതിയാണെന്ന് വിചാരിച്ചിട്ട് അവർക്ക് അങ്ങനെ എന്തുണ്ടായിരിക്കില്ല, ഒരു മുൻഗണന ഉണ്ടായിരിക്കില്ല, പിൻഗണന ഉണ്ടായിരിക്കില്ല. അതാണത് പറയുന്നത്. പിന്നെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. അതായത് നമ്മളിപ്പോൾ എന്ത് കാര്യത്തിനെ കുറിച്ചിട്ടാണെങ്കിലും പറയുകയാണെങ്കിലും എന്തിനേലും കുറിച്ചിട്ട് സംസാരിക്കുകയാണെങ്കിലും അതല്ല ഇനി ചെയ്യുകയാണെങ്കിലും നമുക്ക് ആ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് നല്ലൊരു നോളജ് വേണമായിരിക്കും. അപ്പോൾ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഒരു എൻ്റർപ്രൈസ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവിടെ എന്ത് വേണം, എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നോളജ് വേണം. അപ്പോൾ അതിലുള്ള ആളുകൾ എന്ന് പറയുന്നത് സാധാരണക്കാരായിരിക്കും. ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് വളരെ സാധാരണക്കാർ, മേ ബി വിദ്യാഭ്യാസമൊന്നും ഇല്ലാണ്ട് സാധാ കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്താണെന്നോ അതിൽ വരുന്ന കാര്യങ്ങൾ എന്താണെന്നോ ഒന്നും അറിയുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അവർക്ക് എന്ത്, കോപ്പറേറ്റീവ് സൊസൈറ്റി എന്താണ്, അവിടുത്തെ ഡീലിങ്സ് എങ്ങനെ, അതിനെക്കുറിച്ചുള്ള എഡ്യൂക്കേഷൻ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. അതാണ് എന്ത് പറയുന്നത്, ഈ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് നമ്മുടെ റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസിൽ പറയുന്ന 7 പ്രിൻസിപ്പിൾസ്. ഓക്കെ, ഇതെല്ലാം ഞാൻ ജസ്റ്റ് പോയിൻ്റ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നില്ല. അപ്പോൾ ആ ഒരു നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അത് വെച്ചിട്ട് നിങ്ങൾ എഴുതുക കേട്ടോ. ഇംഗ്ലീഷിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ എഴുതുക. ഓക്കെ, ഇതിങ്ങനെ ജസ്റ്റ് പോയിൻ്റ് ഔട്ട് എഴുതി വെച്ചാൽ പോരാ, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വേണം. എന്നാൽ മാത്രമേ നമ്മൾ എസ്സേ ആയാലും ഷോർട്ട് എസ്സേ ആയാലും നമുക്ക് മാർക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നതാണ് ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ICA പ്രിൻസിപ്പിൾസ് 1937 സെക്കൻഡ് സ്റ്റേജ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മുടെ ഈ പ്രിൻസിപ്പിൾസിനെ രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് എന്ന്. ഓക്കെ, എസെൻഷ്യലും അതുപോലെ തന്നെ നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ്. ദ കമ്മിറ്റി റെക്കമെൻഡഡ് ടു കാറ്റഗറൈസ്ഡ് ആസ് എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ്. അപ്പോൾ അതിൽ പറയുന്നതാണ് ഫസ്റ്റ് എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ്. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഫസ്റ്റിൽ പറയുന്ന സകല പ്രിൻസിപ്പിൾസ് തന്നെയാണ് സെക്കൻഡിൽ സ്റ്റേജിലും തേർഡിലും ഫോർത്തിലൊക്കെ വരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നേരത്തെ തൊട്ട് മുന്നേ പറഞ്ഞ കാര്യങ്ങളെയാണ് ഇപ്പോൾ ഈ എസെൻഷ്യൽ പ്രിൻസിപ്പിളായാലും നോൺ എസെൻഷ്യലും വന്നിട്ടുള്ളത്. അതായത് ആ പറഞ്ഞതിനെ നമ്മൾ എന്താക്കി, രണ്ടെണ്ണാക്കി ക്ലാസിഫൈ ചെയ്തു, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിൽ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസിൽ വരുന്നതാണ് എന്ത്, ഓപ്പൺ മെമ്പർഷിപ്പ്, ഡെമോക്രാറ്റിക് കൺട്രോൾ, ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, പാട്രണേറ്റ് ഡിവിഡൻഡ്. ഓക്കെ, നോൺ എസെൻഷ്യലിൽ പറയുന്നതാണ് ക്യാഷ് സെയിൽ അറ്റ് മാർക്കറ്റ് റേറ്റ്, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ. ഞാൻ ഇതിനി എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ, എനിക്കും ബോറടിക്കുന്നുണ്ട്, കേട്ടാൽ നിങ്ങൾക്കും ബോറടിക്കും. ഓക്കെ, പിന്നെ മൂന്നാമത്താണ് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കോർപ്പറേഷൻ. റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസിൻ്റെ മറ്റൊരു പേരാണ് കാർവേ കമ്മിറ്റി 1960 ഫോർ തേർഡ് സ്റ്റേജ്. ഓക്കെ,
മേ ബി റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ് എന്നായിരിക്കില്ല വരിക. വാട്ട് ഈസ് കാർവേ കമ്മിറ്റി ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് കാർവേ കമ്മിറ്റി എന്നൊക്കെ. അതായത് ഈ ഒരു കാർവേ കമ്മിറ്റി എന്ന് പറയാനുള്ള കാരണം എന്താ, ഈ ഒരു കാർവേ കമ്മിറ്റിയുടെ അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് DJ കാർവേ ആയിരുന്നു. അങ്ങനെയാണ് ഈ ഒരു കമ്മിറ്റിക്ക് കാർവേ കമ്മിറ്റി എന്ന് പേര് വന്നത്. പ്രൊഫസർ DJ കർവേ വാസ് ദി ചെയർമാൻ ഓഫ് ദി കമ്മീഷൻ കണ്ടക്റ്റഡ് എ ഡീറ്റെയിൽഡ് സ്റ്റഡി ഇൻ ദി കോപ്പറേറ്റീവ് സെക്ടർ ഡ്യൂ ടു ദ ക്രൈസിസ് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ ആൻഡ് കോൺട്രിബ്യൂട്ടഡ് ദി ഫോളോയിങ് റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസ്. അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പ്രിൻസിപ്പിൾസ് ഉണ്ടല്ലോ, അതായത് റോക്ക്ഡെയിൽ പ്രിൻസിപ്പിൾസും അതുപോലെ തന്നെ IC ഇൻ്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് പ്രിൻസിപ്പിളിലും പറഞ്ഞിട്ടുള്ള പ്രിൻസിപ്പിൾ ഇവരെന്ത് ചെയ്തു, ഒന്നും കൂടെ റീഫോർമുലേറ്റ് ചെയ്തു. അതിൽ 1-2 അവർ ആഡ് ആക്കിയിട്ടുണ്ട്, ചിലതിന് ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കതെന്താണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്. ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ എന്താ, ഈ പറഞ്ഞ പോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. അതാണ് ഈ ഓപ്പൺ ആൻഡ് വോളണ്ടറി മെമ്പർഷിപ്പ്. കഴിഞ്ഞതിൽ നമുക്ക് ഓപ്പൺ മെമ്പർഷിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഇപ്പോൾ എന്തോന്നു വോളണ്ടറി എന്നുള്ള വീട് കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിൽ വന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ് സെയിം തന്നെയാണ്. പിന്നെ ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർപ്ലസ്. സർപ്ലസ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിനെ എല്ലാവർക്കും ഈക്വലായിട്ട് എന്ത് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അവിടെ ഡിസ്ക്രിമിനേഷൻസ് ഒന്നുമില്ല. അതായത് ഷെയർ ക്യാപിറ്റലിൻ്റെ ബേസിലല്ല എന്ത് ചെയ്യുന്നത്, പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ പ്രൊവൈഡർ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ അവിടെയുള്ളവർ സാധാരണക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു നോളജ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ അവർക്ക് കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, പിന്നെ കോർപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്, അതായത് പല അതായത് നാഷണൽ ലെവലിലുള്ള കോപ്പറേറ്റീവ്സ് ഉണ്ടാകും, അല്ലെങ്കിൽ സെൻട്രൽ ലെവലിലുള്ള അങ്ങനെ പല ലെവലിലുള്ള കോപ്പറേറ്റീവ്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവർ തമ്മിൽ എന്ത് വേണം, ഒരു കോപ്പറേഷൻ വേണം. എന്നാൽ മാത്രമേ കാര്യങ്ങളൊക്കെ എന്തുള്ളൂ, സ്മൂത്തായിട്ടുള്ള മുന്നോട്ട് പോകത്തുള്ളൂ. അതാണ് കോർപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ റീഫോർമുലേറ്റഡ് പ്രിൻസിപ്പിൾസിൽ അഡീഷണൽ ആയിട്ട് വന്നതാണ് ഇത് കോർപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അത്ര തന്നെയുള്ളൂ ഇതിൽ പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് റീഡിഫൈൻഡ് ഓർ എക്സിസ്റ്റിംഗ് പ്രിൻസിപ്പിൾസ്. ഓക്കെ, റീഡിഫൈൻഡ് ഓർ എക്സിസ്റ്റിംഗ് പ്രിൻസിപ്പിൾസ്, അതായത് ഇപ്പോൾ നിലവിലുള്ള പ്രിൻസിപ്പിൾസ് ആണ് റീഡിഫൈൻഡ് ഓർ എക്സിസ്റ്റിംഗ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. 1995 fourth stage. Okay, the ICA revised the principles in 1995 which are given below. Voluntary and open membership, democratic member control, member economic participation. Member economic participation എന്ന് പറയുമ്പോൾ മെമ്പർ അതിൽ, അതായത് ഇപ്പോൾ ഞാൻ ഒരു കോർപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ജോയിൻ ആവുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഞാൻ അങ്ങോട്ട് കുറച്ച് ഒരു എമൗണ്ട് എന്ത് ചെയ്യണം, കോൺട്രിബ്യൂട്ട് ചെയ്യണം. ഇക്വിറ്റബിൾ ആയിട്ടുള്ള എല്ലാവരും ഈക്വലി ഒരു എമൗണ്ട് എന്ത് ചെയ്യണം, കോൺട്രിബ്യൂട്ട് ചെയ്യണം. അതാണ് മെമ്പർ എക്കോണമിക് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. മെമ്പേഴ്സ് കോൺട്രിബ്യൂട്ട് ഇക്വിറ്റബിളി ആൻഡ് ഡെമോക്രാറ്റിക്കലി ടു ദ ക്യാപിറ്റൽ ഓഫ് കോപ്പറേറ്റീവ്. ഒരു ക്യാപിറ്റൽ ആ ഒരു എമൗണ്ട് എന്ത് ചെയ്യണം, കോൺട്രിബ്യൂട്ട് ചെയ്യണം. അതാണ് മെമ്പർ എക്കോണമിക് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ്. ദ കോപ്പറേറ്റീവ്സ് ആർ ഓട്ടോണമസ് ആൻഡ് സെൽഫ് ഹെൽപ്പ് ഓർഗനൈസേഷൻ കൺട്രോൾഡ് ബൈ ദർ മെമ്പേഴ്സ്. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ അവിടെ ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾ വളരെ കുറവായിരിക്കും. അതിലുള്ള മെമ്പേഴ്സ് തന്നെയായിരിക്കും അത് കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. അതൊരു സെൽഫ് ഹെൽപ്പ് ഓർഗനൈസേഷനാണ്. ഓക്കെ, അതാണ് ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. പിന്നെ എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫോർമേഷൻ, കോർപ്പറേഷൻ എമംഗ് കോപ്പറേറ്റീവ്സ്, കൺസേൺഡ് ഫോർ കമ്മ്യൂണിറ്റി. കൺസേൺഡ് ഫോർ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഒരു കോർപ്പറേറ്റീവ് സൊസൈറ്റി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് മൊത്തത്തിലുള്ള ആ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട്, അതായത് ഒരു സമൂഹത്തിൽ മൊത്തത്തിന് വേണ്ടിയിട്ടായിരിക്കണം. അതാണ് ഈ ഒരു കൺസേൺഡ് ഫോർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. പിന്നെ എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഇൻഫോർമേഷൻ നമ്മുടെ അതിലുള്ള മെമ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ, എനി ഡൗട്ട്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ നോട്ട്സ് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് വളരെ ഈസി ആയിട്ടുള്ള പഠിക്കാൻ വലിയ കാര്യമായിട്ടൊന്നുമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പഠിച്ച് വെക്കുക. കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. എസ്സേക്കും ഷോർട്ട് എസ്സേക്കും ഒക്കെ ചാൻസ് ഉണ്ട്. ഓക്കെ, എനി ഡൗട്ട്സ് കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.